ഒരാൾ മരിച്ചതിന് അവൻ്റെ വൈഫ് വീട്ടിൽ വെള്ള സാരി എടുത്ത് ഇരിക്കണം. അങ്ങനെ അഭിനയിച്ച വ്യക്തിയുടെ ഭർത്താവ് മരിച്ച ആളായതുകൊണ്ട് ആ വീഡിയോ തൊട്ടാണോ ഈ ചൊറിച്ചിൽ തുടങ്ങിയത്, അല്ലെങ്കിൽ എവിടെയാണ് ഈ പ്രശ്നം വരുന്നത്? എന്നെ സംബന്ധിച്ച് നിള നമ്പ്യാരുടെ തുടക്കകാലത്ത് എനിക്ക് തോന്നുന്നു അവരെ ആ സമയത്ത് അവരുടെ 2 റീൽസ് ചെയ്ത വ്യക്തിയാണ്. അതൊക്കെ ആൾക്കാർ വെറുതെ പറയാം. നിള നമ്പ്യാരെ മുതൽ രേണു സുധി വരെ ദാസനെ കറക്റ്റ് ഇങ്ങനെ അച്ചട്ട് എടുത്ത് വെച്ച് റീച്ചിൻ്റെ അതൊക്കെ വെറുതെ പറയാം ബ്രോ. ഇവിടെ എന്താ നടക്കുന്നുള്ളത് ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നടക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ സാധാരണ പോലെ റീൽസ് ചെയ്യുക, ആ കൂട്ടത്തിൽ രേണു സുധിനോട് റീൽസ് ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഈ ചൊറിഞ്ഞു കുത്തിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുക ശങ്കരൻ. ഒരാളെ വളർത്തുന്നതും തളർത്തുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരങ്ങൾ കണ്ടെത്തുന്നതും സോഷ്യൽ മീഡിയയാണ്. അത് അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് അദ്ദേഹത്തിന് പോലും അറിയാത്ത രീതിയിൽ കമൻറ്റ് ബോക്സ് നിറക്കുന്നതും സോഷ്യൽ മീഡിയയാണ്. ഏറെ ഇഷ്ടപ്പെട്ട, ഏറെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ തന്നെ പെട്ടെന്ന് നെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുമ്പോൾ അദ്ദേഹവും ചിലപ്പോൾ വേദനിച്ചിട്ടുണ്ടാവും. ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അദ്ദേഹത്തോട് തന്നെയാണ്, ഉത്തരങ്ങൾ പറയേണ്ടതും അദ്ദേഹം തന്നെയാണ്. കാരണം കേരളത്തിൽ അത്രയും ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു മനുഷ്യനാണ് കോഴിക്കോട്ടുകാരനായ ദാസേട്ടൻ കോഴിക്കോട്. പക്ഷെ ദാസേട്ടൻ്റെ ഈ അടുത്ത കാലത്തായിട്ടുള്ള കുറച്ച് വീഡിയോകൾ കണ്ടപ്പോൾ ചില ആളുകൾക്ക് കുരു പൊട്ടിയതാണോ, കോമൻറ്റ് ബോക്സ് നിറഞ്ഞതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ദാസേട്ടൻ അതിനുള്ള വ്യക്തമായ ഉത്തരം അറിയാം. ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങുമ്പോൾ ഉത്തരങ്ങൾ ദാസേട്ടൻ തരുന്നതാണ്. ദാസേട്ടാ, ഞാൻ നേരത്തെ ടൈപ്പ് നിങ്ങളെ കുറിച്ചാണ്. ഓക്കെ, എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ എന്താ നടക്കുന്നുള്ളത് ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നടക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ സാധാരണ പോലെ റീൽസ് ചെയ്യുക, ആ കൂട്ടത്തിൽ രേണു സുധിനോട് റീൽസ് ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വിവാദങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ എത്രമാത്രം ഒരു വിപുലീകരിച്ച വിവാദങ്ങൾ ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ദാസേട്ടനെ അത്രയേറെ സ്നേഹിച്ച ആളുകളാണ് പല ചോദ്യങ്ങളും ചോദിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ ദാസേട്ടന് തന്നെ സത്യത്തിൽ ഒരു വിഷമം ഉണ്ടായിരിക്കും. എന്താണ് ഞാൻ ഇതിന് മാത്രം ചെയ്ത തെറ്റ് എന്ന് വല്ലപ്പോഴും തോന്നി? അതെ, തെറ്റ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഞാൻ ഒരു 5 വർഷമായി റീൽസ് ചെയ്യുന്ന ആളാണ്. റീൽസ് തന്നെ ടിക്ടോക്ക് മുതൽ തുടങ്ങിയ ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ തമാശ വീഡിയോസ് ചെയ്യാറുണ്ട്, ഡാൻസ് വീഡിയോസ് ചെയ്യാറുണ്ട്. എൻ്റെ ഡാൻസൊക്കെ വളരെ ഇഷ്ടപ്പെട്ടല്ലേ, അടിപൊളിയല്ലേ, കണ്ടിട്ടുണ്ടോ? എല്ലാ തരത്തിലും, അതായത് റൊമാൻസും ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ റൊമാൻസ് വീഡിയോസിൻ്റെ ഇടയ്ക്ക് ചെയ്ത റൊമാൻറ്റിക് വീഡിയോ ആണ് ദിലീപേട്ടൻ്റെ ചാന്തുവിട്ട് സിനിമയിലെ ഈ ഒരു ചെറിയൊരു സീൻ. അത് എൻ്റെ കൂടെ ചെയ്ത് നമ്മളെ രേണു സുധിയാണ് ചെയ്തത്. അപ്പോൾ അതിന് കുരുപൊട്ടുന്ന എന്തിനാന്ന് എനിക്കറിയില്ല. ഞാനിപ്പോഴും ഒരു എന്താ പറയുക, ഒരു ആകെ ഒരു ബ്ലിംബസ്ഥ അവസ്ഥയിലാണ്. എന്തുകൊണ്ട് കുരുപൊട്ടുന്നു, എന്തിന് കുരുപൊട്ടുന്നു എനിക്കറിയില്ല. കൊല്ലം സുധിച്ചേട്ടൻ്റെ ഭാര്യ രേണു ചേച്ചിയാണ് ഇതിൽ ഹീറോയിനായിട്ട് വരുന്നത് എന്നുള്ളതായിരിക്കാം അതിൻ്റെ പ്രശ്നം. കൊല്ലം സുധിച്ചേട്ടൻ ഒരു അപകടത്തിൽ മരിച്ചുപോയ ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി പോകണം എന്നാരോ ഇവിടെ മുദ്ര കുത്തി വെച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ. അതിൻ്റെ ഒരു രോഷമാണോ ദാസേട്ടൻ കോഴിക്കോട് എന്നുള്ള ഒരു കലാകാരൻ അവരോടൊപ്പം ചേർത്ത് പിടിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അത്തരത്തിലാണ് എന്ന് ദാസേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചങ്കള് സുധിച്ചേട്ടൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ കുറേ പരിപാടികൾ ഏഷ്യാനെറ്റ്, സ്റ്റാർ മാജിക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളിനെ കണ്ടതാണ്. അപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരാൾ മരിച്ചതിന് അവൻ്റെ വൈഫ് വീട്ടിൽ വെള്ള സാരി എടുത്ത് ചടഞ്ഞൂടി ഇരിക്കണം എന്നാണോ സമൂഹം പറയുന്നത്? ആണോ? ഒരിക്കലല്ല. അവർ ഒരു റീൽസ് ചെയ്യുക, അവരൊരു പാട്ട് പാടുക, സോഷ്യൽ മീഡിയയിൽ അവരൊന്ന് കയറുമ്പം അത് അങ്ങനെ ഇരിക്കേണ്ട ആളല്ല. നിങ്ങൾ ആ മൂലയിൽ ഇരിക്കേണ്ട ആളാണ്, നിങ്ങൾ വെള്ളസാരി ഇട്ട് പുതച്ചിരിക്കേണ്ട ആളാണ്. അങ്ങനെ പറയുന്നതിന് എന്താ അർത്ഥമുണ്ടോ? അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അത് അതിൻ്റെ വശം. എന്നെ സംബന്ധിച്ച് രേണു സുധി എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞങ്ങൾ തമ്മിൽ, എനിക്ക് സുധിച്ചേട്ടൻ്റെ മരണശേഷമാണ് രേണു കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നടത്തുന്ന ആളാണ്. ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഫോണിൽ കൂടെ. ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നതാണ് റീൽസ് എടുക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കൂടെ റീൽസ് എടുക്കാൻ പറ്റിയ രേണു, ഓക്കെ ദാസോട് നമുക്ക് റീൽസ് എടുക്കുക, ഈ പാട്ട് സെലക്ട് ചെയ്ത് ഞങ്ങൾ അഭിനയിച്ചു. അങ്ങനെ അഭിനയിച്ച വ്യക്തിയുടെ ഭർത്താവ് മരിച്ച ആളായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ വേറെ ആളവിടെ റീൽസ് ചെയ്യാൻ പാടില്ല. എന്ത് സമൂഹമാണിത്? ഞാൻ ഒന്നും കൂടെ ഒരു പേരും കൂടെ ഞാൻ മെൻഷൻ എടുക്കുക. നിള നമ്പ്യാരുടെ കൂടെ ഒരു വീഡിയോ ഇതിന്റെ മുന്നേ ദാസേട്ടൻ ചെയ്തിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരാളെ അപ്പപ്പോൾ കയറി പിടിക്കുന്ന ഒരാളാണ് ദാസേട്ടൻ കോഴിക്കോട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എവിടെ ട്രെൻഡ് കയറും, അല്ലെങ്കിൽ ഹാഷ്ടാഗ് എവിടെ കയറും, ആ കോണ്ടന്റ് ദാസേട്ടൻ ചെയ്യുന്നുണ്ട്. കാരണം ദാസേട്ടൻ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ദാസേട്ടൻ്റെ ആവശ്യം എന്താണ്? റീച്ചാണ്, അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് അത് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ്. ആ വീഡിയോ തൊട്ടാണോ ഈ ചൊറിച്ചിൽ തുടങ്ങിയത്, അല്ലെങ്കിൽ എവിടെയാണ് ഈ പ്രശ്നം വരുന്നത്?
എന്നെ സംബന്ധിച്ച് നിള നമ്പ്യാരുടെ തുടക്കകാലത്ത് എനിക്ക് തോന്നുന്നു അവരെ ആ സമയത്ത് അവരുടെ 2 റീൽസ് ചെയ്ത വ്യക്തിയാണ്. ആ റീൽസ് വളരെ എന്താ പറയുക, ഒരു വൾഗാരിറ്റി ഇല്ലാതെ ഒരു മാന്യമായ റീൽസ്. അവരെ കൂടെ നടന്നു വരുന്നു, കൈ പിടിച്ചിറങ്ങുന്നത്. ആ വ്യക്തി അവർ തന്നെ എന്താ, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളല്ലേ, അവര് സോഷ്യൽ മീഡിയ അറിയപ്പെടുന്ന ആളല്ലേ, അവർ റീൽസ് ചെയ്യുന്ന ആളല്ലേ. ഇത്രയും ഫെമിലിയർ ആവുന്നതിന് മുന്നെയാണ് അതെ, ഇവർ ഫെമിലിയർ ആവുന്നതിന് മുമ്പാണ് അവരോട് റീൽസ് ചെയ്തത്. പക്ഷേ ആ റീൽസിൽ യാതൊരു മോശക്കേടും ഞാൻ കാണുന്നില്ല. അതൊക്കെ ആൾക്കാർ വെറുതെ പടച്ചുണ്ടാക്കുന്ന സംഗതികളാണ്. അവരെ കൂടെ റീൽസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരു മോശക്കേടും തോന്നിയിട്ടില്ല. റീൽസ് മാന്യമാണോ, വൾഗാരിറ്റി ഇല്ല എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതൊക്കെ ആൾക്കാർ വെറുതെ പറയാം. നിള നമ്പ്യാരെ മുതൽ രേണു സുധി വരെ ദാസനെ കറക്റ്റ് ഇങ്ങനെ അച്ചട്ട് എടുത്ത് വെച്ച് റീച്ചിൻ്റെ, അതൊക്കെ വെറുതെ പറയാം ബ്രോ. നെക്സ്റ്റ് എന്നാണ് അടുത്ത ചോദ്യം. കാരണം അടുത്തത് അതെ, ഒരിക്കലും ഇല്ല. എനിക്ക് കുറച്ച് മാസ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ട്, അത് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് റൊമാൻസ് ചെയ്യും. ആ സമയത്ത് ആരാന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ദാസേട്ടൻ്റെ ഭാര്യ, ദാസേട്ടൻ്റെ പല വീഡിയോകളിലായാലും ഫോട്ടോകളിലായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ആളാണ് നിങ്ങൾ. ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ വീഡിയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പറയുമ്പോൾ ഒരിക്കലില്ല. ഇപ്പോൾ രേണു സുധീൻ്റെ കൂടെയുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ വൈഫിനെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, രേണുമായിട്ട് വീഡിയോ കോൾ ചെയ്തിരുന്നു. ഒക്കെ സംസാരിച്ച ശേഷം നമ്മൾ ചെയ്തു. അത് വൈഫിനെ കണ്ട് സമ്മതം വാങ്ങി ചെയ്യാൻ പോകാന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ വിളിച്ചത്. ആസ് എ ഫ്രണ്ട്, രേണുവിനെ എൻ്റെ വൈഫിന് ഇഷ്ടമാണ്. രേണു ഓൾറെഡി സെലിബ്രിറ്റി ആണല്ലോ, അവൾ എൻ്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പരിചയപ്പെട്ട് സംസാരിച്ച ശേഷം നമ്മൾ വീഡിയോസ് ചെയ്ത്. അതിപ്പോൾ ഏത് നിള നമ്പ്യാരെ കൂടെ വീഡിയോസ് ചെയ്ത സമയത്ത് എൻ്റെ വൈഫിനോട് പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതൊരു സ്വാഭാവിക രീതി നമ്മൾ തിരക്ക് പിടിച്ച് അവിടെ നിന്ന് ചെയ്തതാണത്. അപ്പോൾ ആ വീഡിയോസിൽ യാതൊരു വൾഗാരിറ്റി ഇല്ല. ബ്രോ കണ്ടതാണല്ലോ, ഒരു വൾഗാരിറ്റി ഇല്ല. എന്ന് വെച്ച് എൻ്റെ കൂടെ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ എൻ്റെ വൈഫിന് അറിയാം. ഞങ്ങൾ തമ്മിൽ ഓരോ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ഒക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യാറ്. അല്ലാതെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് അച്ചട്ട് വൈഫിനോട് പറഞ്ഞ് ഒപ്പിട്ട് അങ്ങനെ പ്രവണതയല്ല. ആസ് എ ഫ്രണ്ട് അവരെ പോലെ തന്നെ എൻ്റെ വൈഫും അവരുടെ ഫ്രണ്ടാണ്. അത്രയേ ഉള്ളൂ. ദാസേട്ടൻ ഏതെങ്കിലും രീതിയിൽ ഇത് വിഷമിപ്പിച്ചിട്ടുണ്ട്? ഏത് ഇപ്പോൾ രേണുവിനോട് ചെയ്ത വീഡിയോ ആണോ? ഒരിക്കലില്ല. ഇതിന് വന്ന കമന്റുകൾ വിഷമിപ്പിച്ചിട്ടുണ്ട്? കമന്റുകൾ ഞാൻ വിഷമിപ്പിക്കുക, എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് ധാരാളമായിട്ട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതല്ല, ദാസേട്ടന്റെ കൂടെ വീഡിയോ ചെയ്തതിന്റെ പേരിൽ കൊല്ലം സുധി ചേട്ടന്റെ ഭാര്യ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അല്ല, രേണുവിന് ഒരുപാട് രേണു എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ രേണുവിന് നെഗറ്റീവ് കമന്റ് ധാരാളം വരാറുണ്ട്. സുചേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടൊക്കെ രേണു റീൽ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഫോട്ടോ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റും രേണുവിന് വന്നിട്ടുണ്ട്. രേണു എൻ്റെ കൂടെ വീഡിയോ ചെയ്തുകൊണ്ട് രേണുവിന് നെഗറ്റീവ് കമൻറ്റ് വന്നതെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. എന്താ വെച്ചാൽ നെഗറ്റീവ് കമൻറ്റിന് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്, പക്ഷേ രേണു മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ നെഗറ്റീവ് വോളികൾ എന്ത് ചെയ്യും, അടുത്ത ഞങ്ങളെ വീഡിയോ നോക്കിയിരിക്കും കൂടുതൽ രൂക്ഷമായിട്ട് നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ രേണുവിൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു, നിങ്ങളെല്ലാം കണ്ടു. ആ ഫോട്ടോൻ്റെ അടിയിൽ ഭയങ്കര നെഗറ്റീവ് വോളികൾ ഭയങ്കര. അതിന് കാരണം എന്താ, രേണു നെഗറ്റീവിന് മറുപടി കൊടുക്കുമ്പം അവിടെ അടങ്ങിയിരിക്കില്ല, അടുത്ത ഞങ്ങളെ വീഡിയോന് വേണ്ടിയിട്ട് കിടന്ന് ആക്രമിക്കുക. അതാണോ സംഭവിക്കുന്നത്. ഞാൻ നെഗറ്റീവിന് മറുപടി കൊടുക്കാറില്ല. അതുകൊണ്ട് സ്വാഭാവികമായ രീതിയിൽ എൻ്റെ ഒരു വീഡിയോ നെഗറ്റീവ് പറഞ്ഞാൽ മറുപടി കൊടുക്കാത്തതുകൊണ്ട് അടുത്ത വീഡിയോ വരുമ്പോൾ നെഗറ്റീവ് വോളികൾ അവിടെ വരില്ല. അത് ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. ദാസേട്ടാ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇത്രയേറെ വിവാദങ്ങൾ കത്തിയുന്നുകൊണ്ട് എൻ്റെ തൊട്ടടുത്ത നാട്ടുകാരൻ എന്നുള്ള നിലക്കാണ് നിങ്ങളെ ഞാൻ കാണാൻ വരുന്നത്. നിങ്ങളും ഡ്യൂട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ഇതിമേ ചൊറിഞ്ഞു കുത്തിയിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്? ഈ ചൊറിഞ്ഞു കുത്തിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുക ചങ്കളെ. ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തി എന്താ പറയുക, ആദ്യമായിട്ട് റീൽ ചെയ്യുന്ന ആളല്ല. എന്നെ സംബന്ധിച്ച് കുറേ നെഗറ്റീവ് കമൻറ്റുകൾ കേട്ട് വന്ന ഒരാളാണ്. എന്ന് വെച്ച് എനിക്ക് നെഗറ്റീവ് പറയുന്ന ആൾക്കാരോടും സ്നേഹമുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടും സ്നേഹമുണ്ട്. ആരും ഞാൻ വെറുപ്പിക്കുന്ന ഒരാളല്ല. തീർച്ചയായും ഇനി അടിപൊളി റീൽസായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തും ചങ്കളെ. പൊളിക്കുക പൊളിച്ചെടുക്കുക.